ഇപ്പോൾ എബ്രോഡ് പോയി പഠിക്കുന്നത് ഓക്കെ. ഇപ്പോൾ കുറേ പേര് എന്ന് പറഞ്ഞാൽ എബ്രോഡ് പോകാൻ ചിലർക്ക് ആസ് യു സേ ഫൈനാൻഷ്യൽ അല്ലെങ്കിൽ ഫാമിലി പ്രോബ്ലംസ് അങ്ങനെ കാണും എബ്രോഡ് പോയി പഠിക്കാൻ പറ്റാത്തവർ. അവരിപ്പോൾ ഇന്ത്യയിൽ പഠിക്കുകയാണെങ്കിൽ അവർക്ക് ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സിറ്റിയിൽ പഠിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ബാംഗ്ലൂർ എന്നൊരു സിറ്റി അല്ലെങ്കിൽ ചെന്നൈ എന്നൊരു സിറ്റി, അതോ കേരളത്തിൽ പഠിക്കുന്നതാണ് ഏതൊക്കെ കുറച്ച് നല്ലത്? കേരളത്തിലുള്ള ആളാണെങ്കിൽ ഞാൻ പറയും കേരളം വിട്ട് പഠിക്കണമെന്ന്. ബാംഗ്ലൂരുള്ള ആളാണെങ്കിൽ ബാംഗ്ലൂർ വിട്ട് ഹൈദരാബാദോ ഡൽഹിയോ അങ്ങോട്ട് മാറി പഠിക്കാനേ പറയത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമ്മുടെ നാട് എന്തല്ല, നമ്മുടെ നാടിനേക്കാളും ഡെവലപ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങൾ എന്താണ്, അവിടെ എന്തൊക്കെ ഡെവലപ്മെന്റുകളുണ്ട്, അതിനും കൂടെയാണല്ലോ നമ്മൾ അബ്രോഡ് പോകുന്നത്. അപ്പം അവിടെ ഓപ്ഷൻ ഇല്ലാത്തവർ നമ്മൾ അങ്ങനെ പഠിക്കുന്നതല്ലത്. കാരണം നമ്മുടെ ക്ലാസ് റൂം മിക്സ്ഡ് ആയിരിക്കും, എല്ലാ സ്റ്റേറ്റിലെ കുട്ടികൾ കാണും, നല്ലൊരു മിക്സ്ഡ് എക്സ്പോഷർ കിട്ടും. ഇപ്പോൾ MBAക്കൊക്കെ നെറ്റ്വർക്കിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളൊരു സ്റ്റാർട്ടപ്പിൻ്റെ ഒരു സ്റ്റോറി ഇന്ന് വാട്സപ്പിൽ ഇട്ടെന്ന് വെച്ചോ, നിങ്ങളുടെ ക്ലാസ്സിൽ പഠിച്ച ഒരാൾ കാശ്മീരുകാരനായിരിക്കാം, ആ പ്രോഡക്റ്റ് കാശ്മീർ വരെ എത്തിയാണ്, അവനത് അവിടെ നിന്ന് ഷെയർ ചെയ്യും. ഒരിക്കലും കേരളത്തിനകത്ത് സ്റ്റക്ക് ആവരുതെന്ന് ഞാൻ പറയത്തുള്ളൂ.